ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹ്യൂസ്റ്റണിലെ ഹെർമൻ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജാപ്പനീസ് ഗാർഡനിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വന്നാലോ? ഫ്രണ്ട്സ്, ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് വാച്ച് അവേഴ്സും വ്യൂസും ഒക്കെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. 5.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ ജാപ്പാന്റെയും US-ന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നടക്കാൻ നല്ല സൗകര്യമുള്ള പാതകളുണ്ട്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ അത് കല്ലുപാകിയിട്ടുള്ള വഴികളാണ്. ഇടയ്ക്കിടെ ചെറിയ ചെറിയ പോൺസ്, ചെറിയ ചെറിയ വാട്ടർഫോൾസ്, ആർച്ച് രൂപത്തിൽ നിർമ്മിച്ച പാലങ്ങൾ, കൂടാതെ ജാപ്പാനിലെ മാപ്പിൾസ് പോലുള്ള ട്രഡീഷണൽ പ്ലാന്റ്സ്, ചെറി ട്രീസ് എന്നിവയൊക്കെ ഈ ഗാർഡനിലെ പ്രത്യേകതകളാണ്. വിശാലമായ ഈ ഗാർഡനിലെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ ഏകദേശം ഒരു 5:30 മണിക്കാണ് ഗാർഡനിൽ എത്തിയിരുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ സമയം. കണ്ടോ, ഈ പോൺസിലാണെങ്കിൽ ധാരാളം ടോർട്ടോയ്സിനെ കാണാം. വെള്ളമൊക്കെ കലങ്ങിയാണ് ഇരിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതുപോലുള്ള ജാപ്പനീസ് ഗാർഡൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്. നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. ചില പോൺസിലാണെങ്കിൽ ഡക്സിനെയും ചിലവയും മീനുകളെയും ഒക്കെ കാണാം. കണ്ടോ, ഇത് കാണാൻ നല്ല രസമില്ലേ?
ഇതുപോലുള്ള ചെറിയ വാട്ടർഫാൾസ് കാണാൻ നല്ല കൗതുകമുണ്ട്. ഇന്ന് ഒരു സാറ്റർഡേ ഒഴിവ് ദിവസമായതിനാൽ സാമാന്യം നല്ല വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. സമയം കഴിയാറായതിനാൽ കുറെ പേരൊക്കെ പുറത്തു പോയി. ഹൂസ്റ്റണിൽ ഇതുപോലെ വൃക്ഷങ്ങളും ചെടികളും നടക്കുവാനുള്ള ട്രെയിൽസും ഒക്കെയുള്ള കുറേയധികം പാർക്കുകളുമുണ്ട്. കണ്ടോ, ഡക്സ് പോൺസിൽ നീന്തുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ച. Thanks for watching my video. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, see you soon.